അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ സ്വരങ്ങളും തുറന്ന് ഹല്ലേലൂയ, കർത്താവിന് ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ഓ ഔഷധം നീയേ, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ്റെ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശു നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങോ മാത്രം, ഓ അങ്ങേക്കു തുല്യനായി, പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനെ രാജാവേ. ഈ ആരാധന ദിവസം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ അതരങ്ങളെ തുറന്ന് സ്തുതിച്ചാട്ടെ. അറിയാവുന്ന ഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചത് ആരാധനയ്ക്ക് യോഗ്യനായവനെ, പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ. അവനൊരു മഹാവീരനെ പോലെ എന്നോട് കൂടെ, പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. പ്രശ്നങ്ങളെ നേരിട്ട് ക്ഷീണിച്ചു പോയവർ പറയട്ടെ, അവനൊരു മഹാവീരനെ പോലെ എന്നോട് കൂടെ പുറപ്പെടുന്നു. ഓ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനെ. അവൻ എനിക്ക് മുമ്പായി പുറ
പുറപ്പെടുന്നു. അവൻ എനിക്ക് മുമ്പായി നടക്കുന്നു. അവൻ എന്നെ കരം പിടിച്ചു നടത്തുന്നവൻ. പരിശുദ്ധനെ, രാജാതിരാജനെ, അത്ഭുതമന്ത്രിയെ, വീരനാം ദൈവമേ. അവനൊരു മഹാവീരനെ പോലെ, അവനൊരു മഹാവീരനെ പോലെ എനിക്ക് മുമ്പായി നടക്കുന്നു. എനിക്ക് മുമ്പായി സഞ്ചരിക്കുന്നു. എനിക്ക് മുമ്പായി എന്റെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, എനിക്ക് മുമ്പായി നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം. പരിശുദ്ധനെ, രാജാവേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. പരിശുദ്ധനെ, രാജാവേ, വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, സമാധാനത്തിന്റെ പ്രഭുവേ, മരണത്തെ ജയിച്ചവനെ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ഇനി വഹിയ എന്ന് പറയുന്നവർ പറയട്ടെ, യഹോവ ഒരു മഹാവീരനെ പോലെ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ. ക്ഷീണിച്ചു തളർന്നെന്ന് പറയുന്നവർ പറയട്ടെ, യഹോവ ഒരു മഹാവീരനെ പോലെ, യഹോവ ഒരു മഹാവീരനെ പോലെ എനിക്ക് മുമ്പായി എന്നോട് കൂടെ, എന്നോട് കൂടെ. ഓ കർത്താവേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ഓ, we love you Jesus, we love you Lord. Shadaraka ba 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 ba. Rika ba 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 ba. Shadaraka ba 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 rika ba 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 ba. എന്റെ ദുർഗണങ്ങളെ നിരപ്പാക്കുന്നവൻ, എന്റെ രോഗത്തിന് വൈദ്യനായവൻ, എന്റെ ഭവനത്തിനും എനിക്കും സമാധാനത്തിന്റെ പ്രഭുവായവൻ, അത്ഭുതമന്ത്രിയെ, വീരനാം ദൈവമേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ശതരക ബബ 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 റിക ബബ 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 ബബ. ഇന്ന് പകലും ഞങ്ങൾ ഉയർത്തുന്നു, എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനെ ഞങ്ങൾ ഉയർത്തുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താതി കർത്തനെ, രാജാതി രാജനെ, അങ്ങേക്ക് ആരാധന. Oh, we love you Jesus, we love you Jesus, we love you Jesus. യേശുവിന്റെ നാമത്തിൽ അവനൊരു മഹാവീരനെ പോലെ നമുക്ക് മുൻപായി പുറപ്പെടുന്നത് ആത്മകണ്ണാലെ കണ്ടെന്ന് സ്തുതിക്കട്ടെ. രാജാവുള്ളടുത്ത് രാജകോലാഹലമുണ്ടല്ലോ. ഇന്ന് പകൽ അവൻ നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ജയത്തിന്റെ ആർപ്പ്, ജയത്തിന്റെ സ്വരങ്ങൾ, ജയത്തിന്റെ സ്തുതികളുടെ സ്വരങ്ങൾ, ശബ്ദങ്ങൾ ഉയരട്ടെ, ഉയരട്ടെ. മതിലുകൾ വീഴട്ടെ, മതിലുകൾ വീഴട്ടെ, മതിലുകൾ വീഴട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ, കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടട്ടെ, ബന്ധനത്തിൽ കിടന്നവർ പുറത്തു വരട്ടെ. ജയത്തിന്റെ ശബ്ദം ഉയരട്ടെ, ജയത്തിന്റെ പാട്ടുകൾ ഉയരട്ടെ. അവൻ എന്റെ നാവിന്മേൽ പുതിയൊരു പാട്ട് തന്നു. അവൻ എന്റെ കാലുകളെ ഉദ്ധരിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തിയിരിക്കുന്നു. എന്റെ പാറയാകുന്ന ദൈവമേ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. നന്ദി കർത്താവേ. Oh, we love you Jesus, we love you Lord. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേക്ക് നന്ദി, ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേക്ക് നന്ദി, സ്തുതികൾക്ക് യോഗ്യനെ അങ്ങേക്ക് നന്ദി, 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 നന്ദി. കർത്താവേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. സ്തുതികൾക്ക് യോഗ്യനെ അങ്ങേക്ക് ആരാധന. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു കർത്താവേ, ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7ാമത്തേതിലും അവൻ തിന്മ നിന്നെ തൊടുകയില്ല. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, പ്രശ്നങ്ങൾ വന്ന് ശരിയാണ്, എന്നാൽ ഒരു പൂർണ്ണതയുടെ തിന്മ വരുന്നുണ്ട്. പക്ഷേ അതെന്നെ തൊടാതെ വണ്ണം, അതെന്നെ തൊടാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന ദൈവം. ശരിയാ, എന്റെ അതിരുകളെ ദൈവം ഒന്ന് പൊളിച്ചു. തിന്മകൾ കയറി, പ്രശ്നങ്ങൾ വന്നു, പക്ഷേ അതിനെ പുനഃസ്ഥാപിച്ച് അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്ന ദൈവം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് ദൈവത്തിന്റെ കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തിന്റെ കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ. സത്യദൈവത്തെ ആത്മാവിലും ശക്തിയിലും ആരാധിപ്പാൻ കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യാബോക്ക് എന്ന കടവിൽ ഇറങ്ങി വന്ന ദൈവം എന്റെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വന്നതിനായി നന്ദി കർത്താവേ.
കർത്താവേ, പ്രശ്നങ്ങൾ വന്ന് ശരിയാ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ജീവിതത്തിൽ നിറവേറാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. പ്രശ്നങ്ങൾ വന്ന് ശരിയാണ്, അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ പോകുകയാ. ദൈവത്തെ സ്തുതിക്കട്ടെ. We love you, Jesus. We love you, Lord. We love you, Lord. We love you, Lord. പ്രാർത്ഥിക്കട്ടെ, ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. മതിലുകൾ വീഴട്ടെ. മതിലുകൾ വീഴുന്നത് ആത്മകണ്ണാലെ കണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് അടുക്കുന്നത്, വാഗ്ദത്തങ്ങളിലേക്ക് കാൽ വയ്ക്കുന്നത് ആ കണ്ണുകൾ കൊണ്ട് കാണട്ടെ. ആദരങ്ങളെ തുറന്ന് ആ ശബ്ദം കേൾക്കട്ടെ. പ്രാർത്ഥന മുറിയിൽ ഉയർന്ന പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് വരുന്നത് ആത്മകണ്ണാലെ കണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. We love you, Jesus. We love you, Lord. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Jesus, we love you, Lord. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും ഓ നീ എന്നും എന്റേതാണ്. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, വീറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു എന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, വീറുപ്പില്ലാതെ മുന്നോട്ട് പോകുവാൻ യേശു എന്നും നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, വീറുപ്പില്ലാതെ മുന്നോട്ട് പോകുവാൻ യേശു എന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും ഓ ഞാനെന്നും നിന്റെ ദൈവം.
വിജയം അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടലേ വീറുപില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു എന്നും നിന്റെ കൂടെ നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും വീറുപില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശു നിന്റെ കൂടെ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന കാരാഗൃഹത്തിൽ വീര്യപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന കാരാഗൃഹത്തിൽ വീര്യപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന കാരാഗൃഹത്തിൽ വീര്യപ്രവർത്തി ചെയ്ത യോസേഫിന്റെ യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന കാരാഗൃഹത്തിൽ വീര്യപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന
hallelujah, 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 hallelujah. Udavanamma Shankara Vandana Udavanamma Divana Vaidavana Shankara Udavana Udavana Divana Vaidavana Divana Hambave Vaidavachana Udavamma Udavana Vedavachana Divanamma Udavana Vedavachana Divana Vaidavana Vaichavana Udavana Vedigitti Varanamma Udavana Nagana ശക്തിയോടെ അഭിഷേകത്തോടെ സംഗതി വ്യാപരിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ നിറയട്ടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ. ശബ്ദമുയരട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ, ആത്മാവിന്റെ നിറവോടെ. പരിശുദ്ധാത്മ പകർച്ച, പരിശുദ്ധാത്മ പകർച്ച യേശു കർത്താവിന്റെ നാമത്താൽ. കരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ആത്മസാന്നിധ്യം അനുഭവിക്കട്ടെ, ദൈവശക്തിയാൽ നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, കർത്താവിന്റെ നാമം ഉയരട്ടെ. ഇന്ന് പകലൊരു വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവജനം മൗനമായിട്ടിരിക്കാതെ കരങ്ങൾ തട്ടി അവരങ്ങൾ ചലിപ്പിച്ച ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ ശക്തിയോടെ.
hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Uribalaga shakale libara balaga shaydale. Hallelujah. Ramanahadala dalaga siyatara dala dala. കർത്താവിന്റെ നാമം ഇവിടെ ഉയരട്ടെ. മഹത്വം 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 മഹത്വം. കർത്താവിന്റെ കരം ഇവിടെ ചലിക്കട്ടെ. ഓ അത്ഭുതത്തിന്റെ കരം ഇവിടെ ചലിക്കട്ടെ. ഖാനാവിലെ കല്യാണത്തിന്റെ കുറവ് പരിഹരിച്ച വീടിന് നാണക്കേടിനെ മാറ്റിയ കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വരട്ടെ. ഭവനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. യായിറോസിന്റെ ഭവനത്തിനകത്തേക്ക് വന്ന് ആ ഭവനത്തെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവം ഈ ആരാധനയിൽ ഇവിടെ വന്ന് ഇന്ന് പകൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കൈ ചലിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, വിടുതലുകൾ സംഭവിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുന്നു. ഓ റീബലദല ഹടഗരഗലഗടഗ ശേബേ ദേരെ ദേരഗലഗടഗ ശബ്ദലേ. മഹത്വം 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 മഹത്വം. വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ദൈവ ഈ ആരാധനയിലും വിലാപങ്ങളെ നൃത്തമാക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇത് ദൈവപ്രവൃത്തിയുടെ പകലാണ്. ഇത് ദൈവപ്രവൃത്തിയുടെ പകലാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാം ഇങ്ങനെ പാടി ഇവിടെ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ ശോധന. നിന്നെ പണിതെടുത്ത നല്ല മൂർച്ചയുള്ള അമ്പാക്കി തീർക്കുവാൻ ദൈവം നമ്മെ പണിതെടുക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില തകർച്ചകളും ശോധനകളും ജീവിതത്തിൽ വരുമ്പോൾ അത് തകർത്ത് കളയുവാനായിട്ടല്ല. ഓ ജീസസ്, ഇന്ന് പകൽ നമ്മെ കഴിഞ്ഞ നാളുകളിൽ ശോധനകളിലൂടെയും ഭാരങ്ങളിലൂടെയും നടത്തിയതോർത്ത് വ്യസനിപ്പിക്കുന്ന വേദനയുടെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിലും ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ വാ തുറന്ന് പറയണ, അതൊന്നും എന്നെ തകർക്കുവാനായിരുന്നില്ല. എന്റെ ആത്മീക ജീവിതത്തെ പണിതെടുക്കുന്നതായിരുന്നു എന്റെ ശോധനകൾ. എന്റെ ആത്മീക ജീവിതത്തെ മിനുക്കിയെടുക്കുന്നതായിരുന്നു എന്റെ വേദനകൾ. കർത്താവ് നമ്മെ തകർത്ത് കളയുന്ന ദൈവമല്ല. ഇങ്ങനെ പഴമക്കാർ പറയും, ബൈബിളും അങ്ങനെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കോടാലി ഉപയോഗിച്ചാൽ തേഞ്ഞു തീരും, ഉപയോഗിച്ചാൽ തേഞ്ഞു തീരും, ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പെടുത്ത് തീരും. രണ്ട് ചിന്തകൾ. ഉപയോഗിച്ചാൽ അത് തേഞ്ഞു തീരും, അനേകർക്ക് പ്രയോജനമാണ്. അല്ല, ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തുരുമ്പെടുത്ത് തീരും. ഈ പകലിൽ നാം ആരുടെ കൂട്ടത്തിലാണ്? തുരുമ്പെടുത്ത് തേഞ്ഞും അത് തീർന്നുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഉപയോഗിച്ച് അതെ, അത് തീർന്നുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഈ ആരാധനയിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാം ഒരു സ്തോത്രം പറയുമ്പോൾ ഉപയോഗിക്കപ്പെടുകയാണ്. തീമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ പറഞ്ഞൊരു വാചകമാണ്,
മാനപാത്രമായി പ്രയോജനപ്പെടണം. You must be a useful vessel. ഒരു യൂസ്ഫുൾ വെസൽ ആകണം. ഉപയോഗയോഗ്യമായ പാത്രവുമുണ്ട്, ഉപയോഗശൂന്യമായ പാത്രവുമുണ്ട്. നാം ഏത് കൂട്ടത്തിലായിരിക്കുന്ന? ഉപയോഗിച്ച് തേഞ്ഞ് തീരുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഇന്ന് പകൽ ഉപയോഗിക്കപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് സ്തുതികൾ കരയറ്റണം, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീരണം. തകർച്ചകളും വേദനകളും അത് ഭാരപ്പെട്ടിരിക്കുകയല്ല, മറിച്ച് വേദനകളെ, തകർച്ചകളെ അതെൻ്റെ ജീവിതത്തിൽ പ്രയോജനമായിരുന്നു എന്ന് പറഞ്ഞ്, ദൈവനാമത്തിന് അത് പ്രയോജനമായിരുന്നു, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രയോജനമായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ ആരാധിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അത് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം പറഞ്ഞ് കർത്താവിന് വേണ്ടി മഹത്വം കൊടുക്കുക, കർത്താവിനെ സ്തുതിക്കുവാൻ. ഞാൻ പറഞ്ഞതുപോലെ കോടാലി ഉപയോഗിച്ചാൽ തേഞ്ഞു തീരും, ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പെടുത്ത് തീരും. ഏത് കൂട്ടത്തിലാണ്? സ്തോത്രം പറയുന്നുണ്ടോ? ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നുണ്ടോ? ആ കണ്ണുകളും നടിച്ച് കർത്താവിനെ ഒന്ന് ധ്യാനിച്ച് ക്രൂശിലേക്കൊന്ന് നോക്കിയാട്ടാൻ. വചനം ഇങ്ങനെ പറയുന്നത്, യെശയ്യാ 53 പ്രവാചകൻ ദർശിച്ചപ്പോൾ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി, ഇഷ്ടം തോന്നി. അത് നമ്മെ വിടുവിക്കുവാനായിരുന്നു. ചിലപ്പോഴൊക്കെ നാം തകർന്നു പോകും, ചിലപ്പോൾ നാം വേദനിച്ചു പോകും. ആ ശോധനകൾ നമ്മെ തകർത്ത് കളയാനല്ല, തേഞ്ഞു തീരുന്ന ഒരു കോടാലി പോലെ അത് പിന്നെയും പിന്നെയും പ്രയോജനപ്പെടുകയാണ്. ഇന്ന് പകൽ ഈ ആരാധനയിലും തകർച്ചകളിൽ, വേദനകളിൽ, ഭാരങ്ങളിൽ നാം ഇങ്ങനെ പറയാനായിട്ട് കഴിയണം. കർത്താവിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, യേശു കർത്താവിനെ തകർത്ത് കളയുവാൻ കർത്താവിന് പ്രസാദം തോന്നി, അതെൻ്റെ വിടുതലായിരുന്നെങ്കിൽ നമുക്കും ഇങ്ങനെ പറയുവാനായിട്ട് കഴിയണം. അവിടുത്തെ കാൽച്ചുവടുകൾ പിൻപറ്റുവാൻ. ചില കഷ്ടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അതൊന്നും തകർത്ത് കളയുവാനല്ല, എന്നെ പണിതെടുക്കുവാനാണ്. അതുകൊണ്ട് വിശ്വസിച്ച് അങ്ങനെ ഒന്ന് കരമുയർത്തി പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, ശോധനകൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കർത്താവിനെ തകർത്ത് കളയുവാൻ പിതാവിന് പ്രസാദം തോന്നിയെങ്കിൽ ജീവിതത്തിൽ വരുന്ന തകർച്ചകളുടെ മുൻപിൽ ഞാൻ നിങ്ങളും ഭാരപ്പെട്ടു പോകുന്നവരാകരുത്, പ്രയാസപ്പെട്ടു പോകുന്നവരാകരുത്. ചിലത് നമ്മെ പണിതെടുക്കുവാനാണ്, എന്നെ തകർക്കുവാനോ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു നിമിഷം കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാമോ? ദൈവത്തിന് സ്തുതികൾ കൊടുക്കാമോ? ഓ ജീസസ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ
അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പെട്ടെന്ന് ചിലപ്പോൾ വേദനകൾ വരും, നൊമ്പരങ്ങൾ വരും. അതൊക്കെ ജീവിതത്തിൽ നന്മയ്ക്കായി പിന്നത്തേതിൽ പരിണമിക്കാറില്ല. ഈ ആരാധനയിലും ശോധനയിലൂടെ കടന്നുപോയ ദൈവമക്കളെ, കണ്ണുകൾ നിറഞ്ഞു പറയാനായിട്ട് കഴിയുമോ? അതൊന്നും എന്നെ തകർക്കുവാനല്ലായിരുന്നു, എന്നെ പണിതെടുത്ത് നല്ലൊരു ആയുധമാക്കുകയായിരുന്നു, നല്ല പൊന്നാക്കുകയായിരുന്നു. വിശ്വസിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിപ്പാൻ എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽ കഴിയും? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശക്തിയോടെ സ്തുതിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഓ, ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ലജ്ജ കൂടാതെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ സമയങ്ങൾക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു വിശുദ്ധ സഭായുഗം കൂടി കർത്താവ് നൽകിയതുകൊണ്ടും ആയുസ്സ് നൽകി, ആരോഗ്യം നൽകി, എഴുന്നേറ്റ് നിൽക്കുവാൻ കൃപ നൽകി, ദൈവം ബലപ്പെടുത്തിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സകല മഹത്വവും കരയേറ്റുന്നു. ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് ഓൺലൈനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഏവർക്കും വിശേഷാൽ വന്ദനം പറയുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കുമല്ലോ. 39-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നാം ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ടെടുക്കുന്നത്. സങ്കീർത്തനങ്ങൾ 39 7-ാമത്തെ വചനം അതിങ്ങനെ കാണുന്നു: എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്കൽ വച്ചിരിക്കുന്നു. But now, Lord, what do I look for? My hope is in you. എനിക്ക് ഏറ്റവും ചിന്തനീയമായിട്ട് തോന്നിയത്, ഞാൻ ഏതിനായി കാത്തിരിക്കണമെന്ന സങ്കീർത്തനത്തിൽ ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിലെ ഒരു വിലപ്പെട്ട പ്രാർത്ഥന. ഞാൻ പശ്ചാത്തലങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഒരു ദൂത് കർത്താവിനെ ഭരമേൽപ്പിച്ചത് ഇന്ന് പകൽ ജനത്തിന് കൈമാറണം. അതുകൊണ്ട് പശ്ചാത്തലങ്ങളിലേക്ക് വരുന്നില്ല. എങ്കിലും ഒരു പ്രാർത്ഥന എന്നെ ചിന്തിപ്പിക്കുവാനിടയായി. നാവുകൊണ്ട് പാപം ചെയ്യരുതെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തൻ്റെ ഹൃദയത്തിലെ ഒരാഗ്രഹം. അതിനുവേണ്ടി എന്ത് പറയാണ്? വായെ കടിഞ്ഞാണ് പോലും ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം തൻ്റെ ഒരാഗ്രഹമാണ് നാവുകൊണ്ട് ചെയ്യരുത്, ചെയ്തതൊക്കെ മതി. ഇനിയും നാവുകൊണ്ട് പാപം ചെയ്യാനിടയാകരുത്. പിന്നീട് പറഞ്ഞു, നാവുകൊണ്ട് ഞാൻ ചെയ്യും. ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ വായെടുത്ത് സംസാരിക്കും എൻ്റെ ദൈവത്തോട്, ദൈവത്തിന് മഹത്വം കൊടുക്കും. ഒടുവിൽ പറഞ്ഞ 12-ാം വാക്യത്തിൽ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ തൻ്റെ ഒരു പ്രാർത്ഥന വളരെ ചിന്തനീയമാണ്. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ എന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമോ എന്ന് ആ പ്രാർത്ഥനയിലൂടെ ഒരു പ്രത്യാശ വചനം 7-ാം വാക്യത്തിൽ താൻ ധൈര്യമായിട്ട് പറഞ്ഞെങ്കിൽ, ആ പ്രാർത്ഥന അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് സ്തോത്രം പറയണം. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പല ദൂതുകൾ എൻ്റെ മനസ്സിൽ ഓടി വന്നു, ക്ഷണികൻ എന്നുള്ളൊരു പദം വിശദമാക്കണമെന്ന്. പക്ഷെ ആത്മാവ് പറഞ്ഞ അങ്ങനല്ല. ഞാൻ വേറൊരു ദൂത് തയ്യാറാക്കി. ആ വിഷയം ഇതായിരുന്നു, ഞാൻ നോട്ട് ചെയ്ത് വെച്ച്. പരദേശി, അന്യൻ എന്നുള്ള ഒരു വിഷയം. അന്യൻ, പരദേശി. അതിൻ്റെ അവസാന വാക്യത്തിൽ ഒരു വിഷയമാണ് അന്യനും പരദേശിയും. പക്ഷേ കർത്താവ് മറ്റൊരു വിഷയത്തിലേക്ക് പ്രകാശനം തരുവാനിടയായി തീർന്നത്. തന്നെ വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങളൊക്കെ എഴുതിയ ദൂത് ഒരുക്കുവാൻ ആരംഭിച്ചതാണ്. പക്ഷേ മറ്റൊരു നിലയിൽ ആ കർത്താവ്
പ്രേരിപ്പിക്കുവാൻ ഇടയായി തീർന്നതാണ്. 4-ാമത്തെ വാക്യം പ്രസക്തമാണ്. തൻ്റെ പ്രാർത്ഥന പ്രസക്തമാണ്. നമ്മൾ ആരിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, എൻ്റെ ആയുസ്സ് എത്ര എന്നതിനെയും എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസം എൻ്റെ മുൻപിലുണ്ടെന്ന് എന്നോടൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയും, ഒരു 80 വയസ്സ് വരെയൊക്കെ ഒരാൾ ജീവിച്ചിരുന്നാൽ മാക്സിമം 29,000 ദിവസമൊക്കെ ഉള്ളൂ. 80. അപ്പം 40 വയസ്സ് കഴിഞ്ഞവർ ഓർത്തോണം എത്ര ദിവസം കഴിഞ്ഞു? നമ്മുടെ ജീവിതത്തിലെ 10,000-15,000 ദിവസം എന്ത് ചെയ്തിരിക്കുകയാണ്? കഴിഞ്ഞു. സ്തോത്രം. 50 കഴിഞ്ഞവരും 60 കഴിഞ്ഞവരും 70 കഴിഞ്ഞവരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞു? ഇനി എത്ര ദിവസം ബാക്കി ഉണ്ട്? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ദൈവമക്കളെ? കർത്താവേ, എൻ്റെ ആയുസ് എത്രയാണെന്ന് എന്നെ അറിയിക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, പല വിഷയങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി ജാഗരിക്കുന്നവരാണ്. പക്ഷെ ഒരു പ്രാർത്ഥന, ചിന്തനീയമായ പ്രാർത്ഥന, കർത്താവേ, എൻ്റെ ആയുസ് എത്ര? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ ആയുസ് എത്ര? എൻ്റെ അവസാനം എത്രയാണ്? എൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ട്? ജീവിതത്തിൽ 10,000-20,000 ദിവസം പിന്നിട്ട് ഒരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ജീവിതയാത്രയിൽ പലപ്പോഴായിട്ട് 10,000-20,000 ദിവസം കഴിഞ്ഞു. എൻ്റെ മുൻപിൽ എത്ര ദിവസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ എന്നെ സ്വയശോധന ചെയ്തുകൊണ്ട് പറയട്ടെ, ഞാൻ ക്ഷണികനാണെന്ന് എനിക്കറിയാം. ഞാനൊരു ക്ഷണികനാണ്. ഈ ചിന്ത കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടത്, കർത്താവേ, ഞാനൊരു ക്ഷണികനാണ്. നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട ചിന്ത അതാണ്. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ഒരു നിമിഷമേ ഉള്ള എൻ്റെ ജീവിതം. പ്രിയരെ, ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഇവിടെ വരെ നടന്നു വന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊന്നൊരു ശവമടക്കം ഉണ്ട്. അത് പന്തളത്തിന്ന സ്ഥലത്താണ്. TPM-ലെ ഒരു സഹോദരനാണ്. 56 വയസ്സോ മറ്റോ ഉണ്ട്. അപ്പം ഞാനത് അത്ര ശ്രദ്ധിച്ചുമില്ല, ഇങ്ങനെ സംസാരിച്ചു പോയി. പിന്നത്തേതിൽ ഞാൻ മുതുവലക്കാട്ടെ ഭവനത്തിൽ ചെന്നപ്പോൾ അറിഞ്ഞു അവരുടെ ഒരു ബന്ധുവായിരുന്നു അത് മരിച്ചതെന്ന്. ഞാൻ അതിൻ്റെ ഒരു സാഹചര്യം പറയാം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച, അതെ, ആലയത്തിൽ വന്ന് സാക്ഷി പറഞ്ഞു. ആലയത്തിൽ വന്ന് സാക്ഷി പറഞ്ഞ് വിദേശ രാജ്യത്ത് നിന്ന് അദ്ദേഹം വന്നതാണ്. 4 ദിവസമേ ആയുള്ളൂ. താനും മകനും കൂടി അതേ സഭാരാധനയൊക്കെ കഴിഞ്ഞ് താനെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ പുഞ്ചയുടെ സൈഡിലേക്ക് പോയൊരു സാഹചര്യമുണ്ടായി. ഞാനിങ്ങനെ പറയട്ടെ, താൻ പോയ വഴിയിൽ ഒരു പാമ്പിനെ കയറി ചവിട്ടി. ഒരു അണലിയായിരുന്നു. ആ അണലി ചാടി, അത് 360 ഡിഗ്രി തിരിഞ്ഞു കൊത്തുന്നൊരു പാമ്പാണ്. തൻ്റെ തൊടയിലാണ് കടിച്ചത്. ചാടി തൻ്റെ തൊടയിൽ കടിച്ചു. അന്നേരം മരണപ്പെടുവാനിടയായി. എൻ്റെ ഹൃദയം തകർന്നു പോയി അത് കേട്ടപ്പോൾ. കാരണം ഞായറാഴ്ച സാക്ഷി പറഞ്ഞ് ആലയത്തിൽ നിന്ന് പോയി ജീവിതത്തിൻ്റെ ക്ഷണികാവസ്ഥ എത്ര ഭയങ്കരമാണ് ദൈവമക്കളെ. അവരുടെ മൂപ്പന്മാരൊക്കെ സാക്ഷിച്ചപ്പോൾ പറഞ്ഞത്, ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് സാക്ഷിച്ചു, വളരെ ഉത്സാഹി, അവരുടെ പാസ്നേജിൽ ചെല്ലും, പോരാൻ നേരവും ചെല്ലും, പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന്.
പക്ഷെ ഒരു വാക്ക് നമ്മൾ ക്ഷണികരാണ്. നമുക്കറിയത്തില്ല അടുത്ത മണിക്കൂർ നമുക്കുണ്ടോ എന്ന്. സത്യത്തിൽ ആ വാർത്ത എൻ്റെ ഹൃദയഭേദകമായി. ഇപ്പം എൻ്റെ ഹൃദയം തകരപ്പെടുവാനിടയായി തീർന്നു. ആ കുടുംബത്തെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിത് അർപ്പിച്ചത് ജീവിതത്തിൽ പുകഴാനൊന്നുമില്ല, ജീവിതത്തിൽ പ്രശംസിപ്പാനൊന്നുമില്ല. ഇതിനകത്തുനിന്ന് പുറത്തു പോയിട്ട് തിരിച്ചടുത്ത ആഴ്ച ഇതിനകത്ത് വരാൻ പറ്റുമോ എന്ന് നമുക്കറിയാതിരിക്കുമ്പോൾ ഇന്ന് മകൾ ദൈവത്തോട് പറയണു, പിതാവേ, ഞാൻ എത്ര ക്ഷണികനാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ല, ഏതുമില്ല എന്ന് ഞാൻ അറിയുന്നു. യേശുവിൻ്റെ നാമത്താൽ ഞാൻ എത്ര ക്ഷണികനാണ്. കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് എൻ്റെ ശ്വാസം മേളിലോട്ട് പോകുന്നത്. ഒരു നിമിഷം ദൈവം അനുവദിച്ചില്ലെങ്കിൽ എടുത്ത ശ്വാസം അത് താഴേക്ക് കിട്ടുകയില്ല. ദൈവം അനുവദിക്കുന്നു. ഈ നിമിഷം വരെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും പരിപാലിച്ച് ക്ഷണികമായി ലോകത്തിൽ ദൈവം നമ്മെ നടത്തുന്നു. ആയുസ്സു നൽകി, ആരോഗ്യം നൽകി പരിപാലിക്കുന്നു. വിശ്വസ്തതയ്ക്കായി ആ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ശക്തിയോടെ. അതുകൊണ്ടൊരു വാക്ക് ഞാൻ പറയട്ടെ, കുറെ കൂടി നമുക്ക് താഴാം, കുറെ കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം, കുറെ കൂടെ ക്ഷമിക്കാം, കുറെ കൂടെ കരയാം. ഞാൻ ഒന്നുമില്ല എന്ന ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കരമുയർത്തി ഒന്ന് പറയാമോ? കർത്താവേ, ഞാൻ എത്ര ക്ഷണികൻ, ഞാൻ ഒന്നുമില്ലാത്തവൻ, ഞാൻ എത്ര ക്ഷണികനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയട്ടെ, അറിയട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾക്കുടെ ജീവിതത്തിൽ ഒരു അറിവുണ്ടാകണം. നാം ക്ഷണികരാണ്. അനർത്ഥം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ക്ഷണഭംഗുലമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ക്ഷണികരാണെന്നുള്ള ബോധ്യം നമ്മെ പരിപാലിക്കട്ടെ, അത് നമ്മെ നിലനിർത്തട്ടെ. ഞാൻ ചിന്തയിലേക്ക് വരുന്നു. എൻ്റെ ആയുസ് എത്ര എന്നതിനെ അറിയിക്കണം. എൻ്റെ അവസാനത്തെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ജീവിച്ച് അങ്ങനെ മരിച്ച ഭക്തന്മാരുണ്ട്, അങ്ങനെ മരിച്ചവരുണ്ട്, ദിവസം പറഞ്ഞു മരിച്ചവരുണ്ട്. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഭക്തരായ മനുഷ്യരായി ജീവിച്ച നമ്മുടെ വാര്യാപുരം യോനാച്ചായന്. ഇവിടെ അടുത്തുണ്ടല്ലോ കലയപുരത്തൊരു അന്നമ്മയമ്മച്ചി. നിങ്ങളൊക്കെ ശക്തമായി അതെ അവരെയൊക്കെ ശുശ്രൂഷകൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. ഞാനിങ്ങനെ പറയാം, വാര്യാപുരം യോനാച്ചായന് തൻ്റെ ശുശ്രൂഷയുടെ ഒരു സന്ദർഭത്തിൽ ഒരു ക്ഷീണം വന്ന് 1993 തനിക്ക് നെഞ്ചുവേദനയും ശാരീരിക അസ്വസ്ഥയും അനുഭവപ്പെട്ടു. താൻ മരുന്ന് ഉപയോഗിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദം ഇങ്ങനാണ്, ഞാൻ ഇപ്പോൾ മരിക്കത്തില്ല, ഞാനിപ്പോൾ മരിക്കത്തില്ല. എല്ലാവരും പറഞ്ഞു ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അദ്ദേഹം മരണം വരെ മരുന്നെടുത്തിട്ടില്ല. തനിക്ക് ജീവിതാന്ത്യത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. തനിങ്ങനെ പറഞ്ഞെന്നറിഞ്ഞത്, എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകരുത്, ഞാനിപ്പോൾ മരിക്കത്തില്ല. കർത്താവ് പിന്നെയും ബലപ്പെടുത്തി. എന്നാൽ അടുത്ത വർഷം അദ്ദേഹം, അടുത്ത മെയ് മാസത്തിൽ 1994 അദ്ദേഹം മരണപ്പെട്ടുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. താൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ സഹായിയെയും തൻ്റെ ഭാര്യയെയും വിളിച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് താൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ച് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് 1994 അതെ മാർച്ച് മാസത്തിൽ 15-ാം തീയതി 3 മണി സമയത്ത്
താൻ ഈ ലോകത്തിൽ നിന്ന് അന്ത്യം വരെ രോഗശാന്തിയിൽ വിശ്വസിച്ചു. അവസാനം വരെ കർത്താവിന് വേണ്ടി പിടിച്ചു നിന്നു. ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുവാനിടയായി ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഭക്തന്മാർക്ക് അങ്ങനെ ഉറപ്പുണ്ടായിരുന്നു. അവർ എപ്പോൾ മരിക്കൂ എന്നുവരെ ആയുസ്സുണ്ടാകും. ഇന്ന് പകൽ ക്ഷണഭംഗുലമായി ലോകത്തിൽ നമുക്കിങ്ങനെയും കൂടെ ചേർത്ത് ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാൻ, കർത്താവ് എൻ്റെ ആയുസ് എത്ര എന്നതിന് എൻ്റെ അവസാനത്തെ എന്നോടൊന്ന് അറിയിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നല്ലൊരു അന്ത്യം പ്രാപിപ്പോ, മറ്റുള്ളവരെ അനുഗ്രഹിച്ച്, മറ്റുള്ളവരെ ആശീർവദിച്ച്, പ്രത്യാശയോടെ അതെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുക ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അതാണൊരു ഭക്തന്റെ അനുഭവം. അതാണിവിടെയും പറഞ്ഞത്. ദാവീദിൻ്റെയും മരണം അങ്ങനെയായിരുന്നല്ലോ. തനിക്ക് നിശ്ചയമുണ്ടായിരുന്നു എപ്പോൾ മരിക്കുമെന്നും. അനുഗ്രഹിക്കേണ്ടവരെ അനുഗ്രഹിച്ചു, ദൗത്യം ഭരമേൽപ്പിക്കേണ്ടവരെ ഭരമേൽപ്പിച്ചു, കൈമാറി ഏൽപ്പിച്ചു കൊടുത്തു. താനും കാലുകളെടുത്ത് നീട്ടിവെച്ച മരണത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ ഭക്തന്മാർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അവർ എപ്പോൾ മരിക്കും, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ളത് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതാണ് നാം വായിച്ച കുറിവാക്യത്തിലെ പ്രതിപാദ്യ വിഷയം. ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. സ്തോത്രം. അതെ, ഈ വിഷയം ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ഏതിനായിട്ട് കാത്തിരിക്കുന്നു? ചോദിച്ചാൽ പറയും, പാസ്റ്റേ ഇൻ്റർവ്യൂവിന് കൊടുത്തിട്ടുണ്ട്, പേപ്പർ കൊടുത്തിട്ടുണ്ട്, ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ അതിൻ്റെ ഒരു റിസൾട്ടിനായിട്ട് കാത്തിരിക്കുക. കേരളവും കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. എന്തിനായിട്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു വലിയ കാത്തിരിപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാം കാത്തിരിക്കുന്നത് സാധാരണ എയർപോർട്ടിലാണ് ഏറ്റവും വലിയ കാത്തിരിപ്പ് കാണുന്നത്. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കാണാം. എങ്കിലും എയർപോർട്ടിലെ കാത്തിരിപ്പ് ഒരു പ്രത്യേകതയാണ്. ഓരോ ഫ്ലൈറ്റും വന്ന് ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ, ഓരോരുത്തർ പോകുമ്പോഴും നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞ് വന്നോ, എൻ്റെ അമ്മയാണോ, എൻ്റെ കുഞ്ഞാണോ, എൻ്റെ പ്രിയപ്പെട്ടവരാണോ എന്ന് നോക്കുന്നത്. അങ്ങ് ദൂരെ കാണുമ്പോൾ ആ മനസ്സിൻ്റെ ഒരാവേശം വലുതാണ്. മനസ്സിൻ്റെ സന്തോഷം വലുതാണ്. ഇങ്ങനെ പെട്ടിയൊക്കെ ഉരുട്ടിക്കൊണ്ട് മോനോ മോളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ പ്രിയപ്പെട്ടവനോ ഒക്കെ വരുമ്പോൾ സന്തോഷത്തോടെ കൈവീശി ചുറ്റും നിൽക്കുന്നവരോട് പറയും, ദാ വരുന്നു എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഞാൻ ചേർത്ത് പറയും, കാത്തിരിപ്പിന് വിരാമമാകുന്നു. നാം കാത്തിരിക്കുന്ന ഒന്നുണ്ട്, അത് പ്രിയന്റെ വരവാണ്. കർത്താവിന്റെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാത്തിരിപ്പ് വൃഥാവാകത്തില്ല. കാത്തിരുന്നാൽ ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ ഓടിച്ചു പറയാ, 25-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനാണ്: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. പിന്നെയോ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അത് വചനമാണെങ്കിൽ. മീകാപ്രവചനം 7-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ആ വചനം ഇങ്ങനാണ്: ഞാൻ കർത്താവിങ്കലേക്ക് നോക്കും. മീകാപ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അടുത്തത്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മുഖവരയായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, കാത്തിരിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയത്തില്ല. കാത്തിരിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുടെ ദിനം കൂടിയാകട്ടെ ഈ ആരാധന. ഈ ആരാധനയിൽ നാവെടുത്ത് സംസാരിക്കുന്ന കാര്യം ഞാൻ ഓർപ്പിക്കുവാനിടയായി. നാവെടുത്ത് പറയുന്ന കാര്യം ഞാൻ ഓർപ്പിച്ചു. അത് ഇങ്ങനെ ചേർത്ത് പറയാ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ടാകും. എന്നുവരെ കാത്തിരിക്കണം? എന്നുവരെ കാത്തിരിക്കണം? ഇയ്യോബാണ് അതിന് വ്യക്തമായി ഉത്തരം നൽകുന്നത്. അതെന്താണെന്നറിയാമോ? ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം, ജോബ് ചാപ്റ്റർ 13 വേഴ്സ് 15. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ
വളരെ ശ്രദ്ധനീയമായൊരു പദമുണ്ട്. അതിങ്ങനെയാണ്: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. ചേർന്നൊരു സ്തോത്രം പറയാമോ? എല്ലാവരും ഒരു സ്തോത്രം പറയാമോ? എന്ന് വരെ കാത്തിരിക്കണമെന്നറിയാമോ? ഭക്തൻ അയ്യോ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഇനിയും വേറൊരു കാത്തിരിപ്പില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്. പ്രാർത്ഥിച്ചിട്ട് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ, ഈ ദിവസങ്ങൾ ഒരു ദൈവപ്രവൃത്തിയായി കർത്താവ് ചെയ്തെടുക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളട്ടെ. ചേർന്ന് പറയണം, ഞാൻ അവനായി തന്നെ കാത്തിരിക്കൂ, ഞാൻ എൻ്റെ ദൈവത്തിനായി മാത്രം കാത്തിരിക്കൂ, എൻ്റെ കർത്താവിനെ മാത്രം ഞാൻ നോക്കും, എൻ്റെ കർത്താവിനായി മാത്രം കാത്തിരിക്കും. ചേർന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ചേർന്ന് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാൻ എൻ്റെ കർത്താവിനായി കാത്തിരിക്കൂ, അതെൻ്റെ മരണം വരെ ദൈവത്തിനായി കാത്തിരിക്കും. അതുകൊണ്ട് പ്രത്യാശ കൈവിടേണ്ട ദൈവമക്കളെ, പ്രതീക്ഷ കൈവിടേണ്ട ദൈവമക്കളെ. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല, വൈകി എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിടപെട്ട ഒരു ചിന്ത ഞാൻ പറയാം. അവനായി തന്നെ കാത്തിരുന്നു. മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, അതെ, കാത്തിരിക്കുമ്പോൾ ഇന്ന് പകലൊരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ. ഏത് ചെറിയ വിഷയമാകട്ടെ, വലിയ വിഷയമാകട്ടെ, അതിനകത്തൊരു ദൈവപ്രവൃത്തി കർത്താവ് അയക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്താൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. അവ കാത്തിരുന്നാൽ ലജ്ജിച്ചു പോകത്തില്ല. വെറുതെ കാത്തിരിക്കുന്നവരെ ലജ്ജിച്ചു പോകത്തുള്ളൂ, വെറുതെ ദ്രോഹിക്കുന്നവരെ ലജ്ജിച്ചു പോകത്തുള്ളൂ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ പ്രത്യാശ എന്ത്? നമ്മുടെ കാത്തിരിപ്പെന്ത്? എന്തിനു വേണ്ടി നാം കാത്തിരിക്കണം? എങ്ങനെ കാത്തിരിക്കണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തൻ പാടുന്നു, ജീവിതത്തിൻ്റെ ക്ഷണികാവസ്ഥയെ, ഞാനത് വിശദീകരിച്ചില്ല, ജീവിതത്തിൻ്റെ ക്ഷണികാവസ്ഥയെ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, ഏത് മനുഷ്യന് മുറച്ചെന്നാൽ ശ്വാസമത്രേ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തിനായിട്ട് കാത്തിരിക്കണം? ജീവിതത്തിൽ എന്തെല്ലാം വരട്ടെ, ഞാൻ എന്തിനായിട്ട് കാത്തിരിക്കണം? അതെൻ്റെ ദൈവത്തിനായി കാത്തിരിക്കണം. എനിക്കൊരു പ്രത്യാശയുണ്ട് പ്രിയരെ. ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ശക്തിയോടെ വിളിച്ചു പറയേണ്ട ഒരു പദമാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായേ കാത്തിരിക്കും. ഞാനൊരു ചിന്ത കൈമാറട്ടെ. നാം എങ്ങനെ കാത്തിരിക്കണം? എന്തിനു വേണ്ടി കാത്തിരിക്കണം? റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. നാം കാണാത്തതിനായി അതിനായി ക്ഷമയോടെ, ഒരു സ്തോത്രം പറയാമോ? നാം കാണാത്തതിനായി കാത്തിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നു എങ്കിലോ, അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. ശ്രദ്ധിക്കുക, ഞാൻ എന്തിനായി കാത്തിരിക്കണം? ഏതിനായി കാത്തിരിക്കണം? ഉത്തരവിതാണ്, കാണാത്തതിനായി കാത്തിരിക്കണം, കാണാത്തതിനായി പ്രത്യാശിക്കണം, കാണാത്തതിനായി കാത്തിരിക്കണം. അതിനോട് എങ്ങനെ കാത്തിരിക്കണം? ബി പേഷ്യന്റ്ലി, ക്ഷമയോടെ കാത്തിരിക്കുവാനിടയാകണം. എന്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം? എന്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം? എന്തിനു വേണ്ടി? അതിൻ്റെ 16-ാമത്തെ വാക്യം, 16 മുതൽ വായിക്കും. ആൾ വേഴ്സ് 16, റോമർ 8:16. ആ 22 വായിച്ച 22 എല്ലാം വായിപ്പാൻ സമയമില്ല. ശ്രദ്ധിക്കുക, സർവ സൃഷ്ടിയും കാത്തിരിക്കുകയാണ്. അതിന് മുൻപിലുണ്ടല്ലോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പൊ ഒരു ചിന്ത ഞാൻ പറയാം. നാം
മക്കളാണ്, അവകാശികളാണ്. ഈ മക്കൾക്ക് വെളിപ്പെടാനുള്ള ആ പ്രത്യാശ എന്താണെന്നറിയാമോ? നമ്മിൽ തേജസ് വെളിപ്പെടും. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. കാത്തിരിപ്പുണ്ട്, വിഷമസന്ധികളുണ്ട്, മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കാത്തിരിപ്പ് വെളിപ്പെടാനുള്ള തേജസ്, അത് കാണാത്തതിന് വേണ്ടി. അത് നാം മാത്രമല്ല കാത്തിരിക്കുന്നത്. 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, സകല സൃഷ്ടിയും പ്രസവ വേദനയോടെ കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രകൃതി കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി അതെ കാത്തിരിക്കുന്നു. പ്രപഞ്ചം കാത്തിരിക്കുന്നു. സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. ഈ പ്രതീക്ഷ എത്ര പേർക്കുണ്ട്? അപ്പം നാം കാത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? വെളിപ്പെടാനുള്ള തേജസ്സ കാത്തിരിക്കുന്നത്. വെളിപ്പെടാനുള്ള തേജസ്സിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് കാണാത്തതെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഭക്തരെ, ഞാനിങ്ങനെ വിളിച്ചു പറയട്ടെ, നമ്മിലൊരു തേജസ് വെളിപ്പെടുവാൻ പോകുന്നു. ആ തേജസ് എന്ന് പറയുന്നത് കാണാത്ത ഒരു കാര്യമുണ്ട്. ആ കാണാത്ത കാര്യമെന്ന് പറയുന്നത് താമസമിന് കർത്താവ് വരാൻ പോകുന്നു. 23-ാമത്തെ വാക്യം, വേഴ്സ് 23. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, അപ്പോൾ കാണാത്ത ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്ന ഏതാണെന്നറിയാമോ? കാണാത്ത ഒന്നിനു വേണ്ടി നാം കാത്തിരിക്കുന്നു. അതേതാണെന്നറിയാമോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുകയാണ്. ഈ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അതോ വെറുതെ കൊട്ടിയും പാടിയും നടക്കുവാണോ? ഈ ശരീരത്തിന് എനിക്കൊരു ഉദ്ധാരണമുണ്ടാകും, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ കാത്തിരിപ്പ് ആത്യന്തികമായി ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകട്ടെ, കർത്താവിൻ്റെ വരവാകട്ടെ. ഇത്ര പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? അതായത് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷര ഉയർത്തെഴുന്നേൽക്കും. 1 കൊരിന്ത്യർ 15:50-51 വായിക്കുന്നത് പോലെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, ജീവനോടെ ശേഷിക്കുന്നവരായ നാം പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷര ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടും. ഇത് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? അതാ ഭക്തൻ പറഞ്ഞ, ഞാൻ ഏതിനായി കാത്തിരിക്കണം? ഞാൻ എന്തിനായി കാത്തിരിക്കണം? ഈ ലോകത്തിലെ ക്ഷണഭങ്കുലമായ അവസ്ഥ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയത്, സാമ്പത്തികമായ, അതെ ഇങ്ങനെ പറഞ്ഞല്ലോ, നീ എൻ്റെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കി മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു. നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്നു എന്ന് അറിയുന്നില്ല. നിശ്ചയമില്ലാത്ത ധനത്തിൽ അല്ല പ്രത്യാശ വെച്ചിരിക്കുന്നത്. നമുക്കെത്ര സമ്പാദ്യമുണ്ടെങ്കിലും ഇതെല്ലാം വിട്ടേച്ചു പോയും. അതുകൊണ്ട് ആ ഭക്തൻ പാടിയത്, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തും മൃത്യു കടന്നിടും. നാം എത്രയെല്ലാം ഈ ഭൂമിയിൽ സ്വരൂപിച്ചാലും, ഏതെല്ലാം അത് വലിയ വലിയ കെട്ടിടങ്ങൾ പണിതാലും,
ഇതെല്ലാം വിട്ടേച്ച് പോകേണ്ടി വരും. ഒരു ദിവസം ഇത് വിട്ടേച്ച് പോകേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, ഞാൻ എത്ര ക്ഷണികൻ. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, സമ്പാദിക്കുന്നു, നല്ല കാര്യം, സമ്പാദ്യം വേണം കേട്ടോ, പക്ഷെ ഒരു ബോധ്യം കൂടെ വേണം, ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. ലിയോ ടോൾസ്റ്റോയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആകെ സമ്പാദ്യം 6 അടി മണ്ണിൻ്റെ ജന്മിയാണ്. നമ്മളെല്ലാം 6, ഇപ്പം അതുപോലും കിട്ടത്തില്ല, കാരണം സെല്ലിനകത്തൊക്കെ വെക്കുന്നുണ്ട്, ഇപ്പോൾ അതും ഇല്ല. മറ്റേ മുൻകാലങ്ങളിലൊക്കെ കുഴിവെട്ടിയായിരുന്നല്ലോ തരുന്നത്. നമുക്കാകെ തരുന്നതാണ് 6 അടി. ഒറ്റ രൂപ പെട്ടിക്കകത്ത് വെക്കത്തില്ല, ഒരു തരി സ്വർണം പെട്ടിക്കകത്ത് വെക്കത്തില്ല, ഒന്നും വിലപിടിപ്പുള്ളതൊന്നും തരത്തില്ല. ആകെപ്പാടെ വലിയ വിലയില്ലെങ്കിൽ, ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ കണ്ണാടി ചിലപ്പം തന്നു വിടും. ശ്രദ്ധിച്ചേ, മരിച്ചു കഴിഞ്ഞാലുടനെ ആദ്യം അന്വേഷിക്കുന്നത് മരിച്ചവരുടെ സമ്പാദ്യം എവിടെ, അവരുടെ അക്കൗണ്ട് എവിടെല്ലാം ഉണ്ട്. ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും ചേർത്ത് പറഞ്ഞോട്ടെ, വല്ല നോമിനിയൊക്കെ വെച്ചേ വെക്കാവുള്ളുണ്ടെങ്കിൽ, അനന്തരാവകാശി വെച്ചേ വെക്കാവുള്ളൂ. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെഡ് മണി അവകാശികളില്ലാതെ കിടക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ആ താലൂക്കിലാണ് ഞാൻ താമസിക്കുന്നത്. അത് തിരുവല്ല താലൂക്കിലാണ്. ആ താലൂക്കിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജില്ലയിലാണ് അവകാശിയില്ലാതെ കോടിക്കണക്കിന് രൂപ. എന്ത് പറ്റിയതാണ്? നോമിനി വെച്ചില്ല, അതെ, മറന്നുപോയതാകാം. പക്ഷേ ആർക്കും അറിയാത്ത, ആർക്കും വേണ്ടാതെ സർക്കാർ കണ്ടുകെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അടുത്ത ജില്ല ഏതാണെന്നറിയാമോ? കൊല്ലമല്ല, കോട്ടയം ജില്ലയാണ്. ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെഡ് മണി കിടക്കുന്നത്. പ്രിയരെ, വല്ലോ ഉണ്ടെങ്കിൽ എഴുതി വെക്കുമ്പോൾ എൻ്റെ കാലശേഷമെങ്കിലും എൻ്റെ മക്കൾക്ക്. ചിലർ പിന്നെ എഴുതാറുണ്ട്, എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക്, അവരുടെ കാലശേഷം പിന്നെ അത് എനിക്ക് തിരിച്ചിരിക്കണം. അങ്ങനെയും വെക്കുന്ന പുള്ളികളുണ്ട്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ നേടിയത് ഒരുപാട് എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്ര സമ്പാദ്യമുണ്ടെങ്കിലും അതെല്ലാം വിട്ടുപോകും. ഒരൊറ്റ പ്രത്യാശ മാത്രം, കാണാത്തയൊന്നുണ്ട്, കാണാത്തതിനായി കാത്തിരിക്കണം. അതെന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, ഈ ശരീരത്തിന്റെ ഉയർപ്പാണ്. നാം രൂപാന്തരപ്പെടും. അടുത്തിരിക്കുന്ന ആടെ മുഖത്തോട്ടൊന്ന് നോയിക്കേ, അടുത്തിരിക്കുന്ന ആടെ മുഖത്തോട്ടൊന്ന് നോയിക്കോ, ധൈര്യമായിട്ട് നോയിക്കോ. അച്ഛാ ഒന്ന് നോയിക്കേ, അടുത്തിരിക്കുന്ന ആടെ മുഖത്തോട്ടെ. കണ്ണാടിയുണ്ട്, കൂനി പിടിച്ച് ചുളുങ്ങിയ നെറ്റി ചുളുങ്ങി, തൊലി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഞാനിങ്ങനെ പറയട്ടെ, കർത്താവിനെ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഞാനും നിങ്ങളുമായി തീരും. ഞാനും നിങ്ങളും എൻ്റെ യേശുവിനെപ്പോലെയായിത്തീരും. ബിക്കാം ലൈക്ക് ക്രൈസ്റ്റ്. ഞാനും നിങ്ങളും യേശുവിനെ പോലെയായിത്തീരും, ക്രിസ്തു തുല്യരായിത്തീരും. ഈ കുഴിഞ്ഞ മുഖം മാറും, കവിളട്ടിയത് മാറും. തേജസ്, ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തേജസ് ഉള്ളവരായിത്തീരും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബൈബിളിൽ തെളിവൊന്നുമില്ല, എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയാറുണ്ട്, നാം എല്ലാവരും ക്രിസ്തു തുല്യരെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? 33 തിരുവയസ്സുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തുല്യരാകണമെങ്കിൽ, അതെ, 6 മാസമുള്ള കുഞ്ഞോ 6 വയസ്സുള്ള കുഞ്ഞോ അല്ല 96 വയസ്സുള്ള അല്ലെങ്കിൽ 100 വയസ്സുള്ളവര് മരിച്ചാലോ ക്രിസ്തു തുല്യരാകണമെങ്കിൽ സകലരും യൗവനക്കാരാകും. ക്രിസ്തു തുല്യരായി രൂപാന്തരപ്പെടുക ഇടയായിത്തീരും. ആ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കാമോ? കാണാത്തതിനായി കാത്തിരിക്കട്ടെ. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പൗരത്വം എവിടെ ആണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ഈ പ്രതീക്ഷ വർദ്ധിക്കുന്നു. 20-21 വാക്യങ്ങളിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കാത്തിരിക്കേണ്ട എന്താണെന്നറിയാമോ? നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടാണ്? ഇവിടെ കിടന്നങ്ങ് അടിയാ. മുഖ്യമന്ത്രിയാകാനേ, മന്ത്രിയാകാനേ, പ്രധാനമന്ത്രിയാകാനേ മൊത്തം അടിയാ. ആരും വിട്ടുവീഴ്ച ചെയ്യത്തില്ല.
പക്ഷേ വിശ്വാസിയെ, നമുക്ക് മാത്രമുള്ള ഒന്നുണ്ട്. നമ്മൾ മക്കളാണെങ്കിൽ നമുക്കൊരു പൗരത്വമുണ്ട്. Yes, our citizenship is in heaven. വചനം പറയുന്നു, നമ്മുടെ പൗരത്വമോ അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എല്ലാ കരവൊന്നും ഉയർന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉണ്ടോ? അവിടെ പൗരത്വമുണ്ടോ? സ്വർഗത്തിലാ നമ്മുടെ പൗരത്വം. ഓ, ദൈവസന്നിധിയിലാ നമ്മുടെ പൗരത്വം. എന്നിട്ട് പറയുകയാണ്, അവിടെ പൗരത്വമുള്ളതുകൊണ്ട് എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്നറിയാമോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. എന്നിട്ട് പറഞ്ഞ് അവിടുത്തെ ഒരു പദം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു. അതാ ഞാൻ മുമ്പേ അത് പറഞ്ഞു കഴിഞ്ഞെങ്കിലും അത് പറയണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു രക്ഷിതാവ് വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. ഏതിനായി കാത്തിരിക്കണം? കർത്താവ് വരുമെന്ന് കാത്തിരിക്കണം. കരമുയർത്തി പറ, കർത്താവ് വരുമെന്ന് കാത്തിരിക്കണം. കർത്താവ് വരുമെന്ന് കാത്തിരിക്കണം. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവന്നല്ലോ, കർത്താവ് വരുമെന്ന് കാത്തിരിക്കണം. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ, ഞാൻ മുമ്പേ പറഞ്ഞത് കറക്റ്റാണോ? നമ്മുടെ താഴ്ചയുള്ള ശരീരം, ബലഹീനമായ ശരീരം, അതെ ഈ ബോഡി, ഞാൻ മരിച്ചെന്നിരിക്കട്ടെ, എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഞാൻ മരിച്ചെന്നിരിക്കട്ടെ, ഇപ്പൊ കുഴഞ്ഞു വീണ് മരിച്ചെന്നിരിക്കട്ടെ, ഞാനങ്ങ് പറഞ്ഞു സ്വർഗത്തിൽ പോവും. പക്ഷേ നിങ്ങളെല്ലാം അടുത്ത ദിവസം എൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളുടെ പാസ്റ്ററുടെ ശവം ശവം കാണാൻ. ഇത് ശവമാണ്. ഇതിന് കാറ്റുപോയാൽ വിളിക്കുന്ന പേരാണ്. പക്ഷേ വചനം പറയുന്നു, നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ ഓ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ താഴ്ചയുള്ള ശരീരം, ഈ ബലഹീനമായ ശരീരം, മുറിവുകളുള്ള, കഷ്ടതയുള്ള, ക്ലേശമുള്ള, വേദനയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കും. ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തു തുല്യരായി തീരൂ. ഈ ശരീരം ക്രിസ്തു തുല്യരായി തീരൂ. അതാ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? ആ കാത്തിരിപ്പെന്ന് പറയുന്നത് ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ഈ ശരീരം ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹലോ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരം എങ്ങനായിത്തീരും? ക്രിസ്തുവിൻ്റെ ശരീരമായിത്തീരും. ക്രിസ്തുവിനെ പോലെയായിത്തീരും. ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോടെ അതിനെങ്ങനെ ജീവിക്കേണ്ടതെന്നറിയാമോ? അത് പറയാതെ എങ്ങനെ ഞാൻ നിർത്തുന്നേ? അതിനെങ്ങനെ ജീവിക്കണം? 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ളതാകയാൽ ദൈവദിവസത്തിന്റെ വരവ്. അപ്പൊ എന്തിനായി കാത്തിരിക്കണം? ദൈവദിവസത്തിന്റെ വരവിനായി കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര വിശുദ്ധ ജീവിതം, എത്ര വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അങ്ങനല്ലേ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ. ഒരു സ്തോത്രം പറയാമോ? അപ്പോൾ നാം കാത്തിരിക്കേണ്ടത് കർത്താവിൻ്റെ വരവിനാണെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെ കാത്തിരിക്കണം? വിശുദ്ധിയോടെ, ഭക്തിയോടെ കാത്തിരിക്കണം. ഈ പ്രത്യാശയും ഈ ഇരിപ്പും രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല
ഉറപ്പുണ്ടോ കർത്താവ് വരുമോ എന്ന് പോലും? ആണോ? ഞായറാഴ്ചത്തെ ബത്തപ്പാട്, ഞായറാഴ്ചത്തെ ആരാധനയിലെ രീതികൾ, ഇതൊക്കെ എനിക്ക് സംശയം തോന്നുന്നു കേട്ടോ. ദൈവത്തോടുള്ള ഭക്തി തന്നെയാണോ? സ്തോത്രം. വചനം പറയുന്നു, എത്ര ഭക്തിയുള്ള ദൈവമക്കളെ. ഈ വചനമൊക്കെ പറയുമ്പം ആ മുഖത്തൊരു ഐശ്വര്യവേലും വരണം. ചുരുക്കം ചിലരുടെ മുഖത്തെ ആ ഒരു ഗ്ലേസിങ് കാണുന്നുള്ളൂ. ഞാനിവിടെ ആത്മാവിൽ ചില മുഖങ്ങൾ ദൈവസന്നിധിയിൽ ശോഭിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നത്. യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടി വെറുതെ കാത്തിരിക്കുകയല്ല, പിന്നെ എത്ര വിശുദ്ധ ജീവിതം നയിക്കണം, കഠിനമേറിയ വിശുദ്ധ ജീവിതം നയിക്കണം. കഠിനമേറിയ വിശുദ്ധ ജീവനം നയിക്കണം. അല്ലെങ്കിൽ പൊങ്ങത്തില്ല, പോകത്തില്ല. പത്രോസിലേക്ക് അതിനെക്കുറിച്ച് അടിവരയിട്ട് പറഞ്ഞത് ഇങ്ങനാണ്: നിങ്ങൾ കാത്തിരിക്കുന്നു ഏതിനു വേണ്ടി? അടുത്തത് പറയുന്നു, പുതിയ ആകാശത്തിനായി, പുതിയ ഭൂമിക്കായേ കാത്തിരിക്കുക. അതോടെ വായിച്ചേ, അതോടെ പറഞ്ഞു നിർത്താം. പുതിയ ആകാശത്തിനായി, പുതിയ ഭൂമിക്കുമായി. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന ഏതിനു വേണ്ടിയാണെന്നറിയാമോ? കരമുയർത്തി എന്ന് പറഞ്ഞേ, നമ്മൾ കാത്തിരിക്കുന്ന ഏതിനു വേണ്ടിയാ? പുതിയ ആകാശത്തിന്, പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യാശ എത്ര പേർക്കുണ്ട്? പുതിയ ആകാശം കാണും, പുതിയ ഭൂമി കാണും. യെസ്, കർത്താവിനോട് ഒരുമിച്ച് കർത്താവിന്റെ മണവാട്ടി ഇറങ്ങി വരൂ. അതെ, പുത്തന് യെരൂശലേം സ്ഥാപിക്കപ്പെടാൻ സമയമാകുന്നു. പുതിയ യെരൂശലേം സ്ഥാപിക്കപ്പെടാൻ സമയമാകുന്നു. പുതുവാന ഭൂമി ഉയരുവാൻ സമയമാകുന്നു. അതെ, നാം കാത്തിരിക്കേണ്ട ഏതിനു വേണ്ടിയാണ്? ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വരവിന് വേണ്ടി, ദൈവ ദിവസത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കണം. പ്രത്യാശ എത്ര പേർക്കുണ്ട്? ഇപ്പൊ ശരീരം വീണ്ടെടുപ്പ് പ്രാപിച്ച പോലെ ഒന്നിരിക്കട്ടെ. രോഗമില്ല, ക്ഷീണമില്ല, കണ്ണുനീരില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന അനുഭവം, വേദനയില്ലാത്ത അനുഭവം, പ്രത്യാശയുള്ള അനുഭവം. ആ ഒരു അനുഭവത്തോടെ അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞേ, അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, കർത്താവിന്റെ വരവ്, കാഹളം കേൾക്കുവാൻ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. പ്രധാന ദൂതനായ ഗബ്രിയേൽ കാഹളം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശബ്ദത്തിനായി കാതോർക്കുകയാണ്. അതെ, കാഹളം കുതുവാൻ എപ്പോൾ സിഗ്നൽ ലഭിക്കുന്നു അതുപോലെ കാഹളം ചുണ്ടോട് അടുപ്പിച്ച് പിടിച്ചിരിക്കുന്നു. അത്ര സമയമെടുത്തു. കാഹളം കേൾപ്പാൻ സമയമായി. കാഹളം ഊതുമ്പോ ഈ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടാകും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അതാ നമ്മുടെ പ്രത്യാശ. നാം കാത്തിരിക്കേണ്ടത് ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, കർത്താവിന്റെ വരവ്, പുതിയ ആകാശത്തിനായി കാത്തിരിക്കുന്നു. പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞു, പുതിയ ആകാശത്തിനായി നാം കാത്തിരിക്കുന്നു. ഇങ്ങനെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദിവസം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, കാഹളം കേൾപ്പാൻ ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കാഹളം. പ്രധാന ദൂതൻ കാഹളം ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുക. പ്രിയരെ, ഏതു സമയവും കാഹളം ധ്വനിക്കും. അന്ന് നാം രൂപാന്തരപ്പെടും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതിനായി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത് ഇങ്ങനാണ്. 2 പത്രോസ് 3:11 മുതൽ വായിച്ചപ്പോൾ കണ്ടത്. പുതിയ ആകാശത്തിനായി കാത്തിരിക്കണം. പക്ഷേ പുതിയ ആകാശത്തിലും പുതിയ വാനഭൂമിയിലും എത്തണമെങ്കിൽ നാം ഒന്ന് ചെയ്യണം. എന്താണെന്നറിയാമോ? എത്ര വിശുദ്ധ ജീവിതം നയിക്കണം. എ പെർഫെക്റ്റ് ഹോളി ലൈഫ്.
എത്ര വിശുദ്ധ ജീവിതം നയിക്കണം, എത്ര ഭക്തിയോടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ പുതിയ ആകാശവും പുതിയ വാനഭൂമിയും വെളിപ്പെടുമ്പോൾ അന്ന് നാം കർത്താവിനോട് ഒരുമിച്ചായിരിക്കത്തുള്ളൂ. ഞാൻ പുത്തനാം യെരൂശലേമിൽ എത്തുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഓ സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് പോവുകയാണ്. ഒത്തിരി ചിന്തകൾ പറയാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് നമ്മുടെ പ്രത്യാശ പുതുക്കണം. ഇന്ന് പകൽ കേട്ടതുപോലെ, കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? ഞാനൊരു ക്ഷണികനാണ്. പ്രിയ, എത്ര പേര് മനസ്സിലാക്കുന്ന അങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷണികരാണ്. പക്ഷേ ക്ഷണികരായിരിക്കുമ്പോൾ, അടുത്ത ആഴ്ച വരാൻ കഴിയുമെന്ന് ഉറപ്പില്ലാതിരിക്കുമ്പോൾ, പക്ഷെ ഒരുറപ്പുണ്ട്. ആ ഉറപ്പ് എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്. പുതിയ ഭൂമിക്കായി കാത്തിരിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടത് എത്ര വിശുദ്ധ ജീവിതം, എത്ര ഭക്തിയും നാം ഉള്ളവരായിരിക്കണം. സങ്കീർത്തനത്തിൽ നാം പാടി, നമ്മുടെ ജീവിതം എത്രയുള്ളൂ? 4 വിരൽ നീളം മാത്രമേ ഉള്ളൂ, 4 അംഗുലം നീളം മാത്രം. കാത്തിരുന്നേ, കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്നേ. 2 വരികളൊന്ന് പാടി പ്രത്യാശ പുതുക്കി. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരാമാണ് എൻ്റെ നിത്യമാമയുടെ. 2 വരി പാടി പ്രാർത്ഥിച്ച ആശീർവാദം പറയുവാൻ ഞാൻ ബന്ധപ്പെടുന്നു. ഇന്നത്തെ ചിന്ത നമുക്ക് പ്രത്യാശ നൽകിയെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കാത്തിരിപ്പിന്റെ സമയമായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശരീരത്തിന്റെ വേദന മാറും. കിഡ്നിയിലെ കല്ലിനാൽ ഭാരപ്പെട്ട ആ കല്ലൊന്നുമില്ല അവിടെ ചെന്നാല്, കണ്ണാടി വെക്കണ്ട അവിടെ ചെന്നാല്, തല നരച്ചിരിക്കത്തില്ല അവിടെ ചെന്നാല്. ശോഭയുള്ളോര് അനുഭവം ക്രിസ്തു തുല്യരായി, കർത്താവ് തുല്യരായി, ക്രിസ്തുവിനെ പോലെ. യെസ്, അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. ഓ, അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഓ, എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. പ്രത്യാശയോട് ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രാമിച്ചിടും, എന്നും വിശ്രാമിച്ചിടും. ഓ, ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും കരങ്ങളെ അടിച്ച പ്രത്യാശയോടെ വിശ്രാമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. ഓ, നിൽക്കും നഗരമില്ലേ വീടെ പോർക്കളത്തിലത്ര നാം നിൽക്കവേണ്ട പോർപ്പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നഗരമില്ലേ വീടെ പോർക്കളത്തിലത്ര നിൽക്കവേണ്ട പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. ഓ, അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണ് പ്രത്യാശയോട് നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. ഓ, അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. നമ്മുടെ കരമുയർത്തിയ ദൈവത്തെ സ്തുതിക്കാം.
നമ്മുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നതിനാൽ സ്തുതിക്ക ശക്തിയോടെ